അള്ളാഹുവിന് വേണ്ടി തൻ്റെ മുഖത്തെ, തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചവനേക്കാൾ ഏറ്റവും നന്നായി ദീനിനെ ഉൾക്കൊണ്ടവൻ ആരാണുള്ളത്? വഹുവ മുഹ്സിൻ, അയാൾ നന്മയുടെ നിലപാട് സ്വീകരിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അയാളെക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ദീനിനെ ഉൾക്കൊണ്ടവൻ ആരാണ്? തീർന്നില്ല. വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വഴിയെ പിൻപറ്റിയവൻ ഉണ്ടല്ലോ, അവനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ല ദീനിന്റെ വക്താവാരാണുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഋജുവായ നേരായ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ, ഇബ്രാഹിമി മില്ലത്തിനെ അനുധാവനം ചെയ്യുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ലവൻ ആരാണുള്ളത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമയെ അല്ലാഹു തആല ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. ഹജ്ജ് കാലമായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രബോധിത സമൂഹത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ സാഹചര്യമടക്കം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ച പ്രബോധന ശൈലികൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വംശീയതയും ജാതീയമായ വിവേചനങ്ങളും ഉച്ചനീചത്വങ്ങളുമെല്ലാം ഏറ്റവും അധികം ശക്തിപ്പെട്ട കാലഘട്ടത്തിലാണ് തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാനവിക മൂല്യങ്ങളിലേക്കുള്ള ഇസ്ലാമിക പ്രബോധനം അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ചത്. എന്നാൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നവഫാസിസ്റ്റുകൾ ഭരണത്തിലേക്കോ ഭരണ തുടർച്ചയിലേക്കോ നില മെച്ചപ്പെടുത്തിയ അവസ്ഥയിലേക്കോ എത്തിപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ പഴയ ചരിത്രത്തെ പുതിയ സമകാലികയിൽ നിന്നുകൊണ്ട്, ആധുനികതയിൽ നിന്നുകൊണ്ട് വായിക്കേണ്ടതുണ്ട്, വായിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇവിടെ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ സ്നേഹപൂർവമായ ഇടപഴകലുകളിലൂടെ മനുഷ്യർക്കിടയിൽ ഐക്യവും സാഹോദര്യവും സമഭാവനയും ഉണ്ടാക്കുക എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്ര ദൗത്യം എന്നും നമ്മൾ ചർച്ച ചെയ്യണം. ആ ചർച്ച തീർച്ചയായിട്ടും നമുക്ക് ചില മൂർത്തമായ കൃത്യമായ നിലപാടുകൾ, ശരിയായിട്ടുള്ള സ്റ്റാൻഡുകൾ സ്വീകരിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.